ഹായ്, ഞാൻ എജി. അസ്സലാമു അലൈക്കും. ഇപ്രാവശ്യം നമുക്ക് കോംബോയിൽ വന്നിട്ടുള്ളത് നമുക്ക് ഫെലനോപ്സിസിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ ജംബോ പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സെയിലിന് വന്നിട്ടുള്ള പ്ലാന്റുകളെ ഫ്ലവറൊക്കെ ഞാനൊന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നിറച്ച് പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഫെലനോപ്സിസിൻ്റെ ഒരു സീസണാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പൂക്കൾ തന്നെ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മദർ പ്ലാന്റാണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് കേട്ടോ. പെർ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ 650 രൂപയും മിനിമം നമ്മൾ 5 പ്ലാന്റ് വെച്ചിട്ടാണ് ഒരു കോംബോ കൊടുക്കുന്നത്. നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് ഞാൻ ഒരു കോംബോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് സെയിലിന് വന്നിട്ടുള്ള പൂക്കളൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റിൽ ഈ ഒരു ലിപ്പുള്ള ഇതൊക്കെ നല്ല ബിഗ് സൈസ് പൂക്കളാട്ടോ, നമ്മൾ ആ ഒരു ജംബോ ഫ്ലവർ തന്നെയാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഫെലനോപ്സിസിൻ്റെ കെയറിങ്ങും മെയിൻ്റെനൻസും കാണിക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. മുന്നേ ഞാൻ ഒരു പ്ലാന്റ്സ് 2 പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളെത്തുന്നത് അത്രയും ഞാൻ ശ്രദ്ധിച്ച് നമ്മൾ വാട്ടറിങ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പറ്റാത്ത ചെടിയാണെന്ന് വിചാരിച്ചിട്ട് അത്രയും നമ്മൾ സ്പ്രെയറിലൊക്കെ വെള്ളം നനച്ചു കൊടുത്തിട്ടൊക്കെ ഇരുന്നു. ഇപ്പോൾ 2-3 ദിവസം കൂടുമ്പം വെള്ളം നനച്ചു കൊടുത്തിട്ടൊക്കെ ഇരുന്നു. അത് എന്നാലും ആ ചെടി നശിച്ചു പോകുക എന്നല്ലാതെ നമുക്കതിൻ്റെ പൂക്കളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പം അതിൻ്റെ ഏതൊരു ഓർക്കിഡ് ചെടിയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. നമ്മളൊരു ചെടി വാങ്ങിച്ചു വെച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ചെടികൾ വാങ്ങിക്കാനും വളർത്താനൊക്കെ ഉള്ളൊരു ക്രേസ് കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സീഡിങ്സ് വന്നേക്ക് മുന്നേ ബാച്ചിൽ ഞാനൊരു 6 മാസം മുന്നേ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫെലനോപ്സിസിൻ്റെ ഒരു 25 പ്ലാന്റുകളാണ് ഒരു വൈറ്റ് പോട്ടിലൊക്കെ ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല, എന്നാലോ നമുക്ക് ആ പ്ലാന്റ്സുകളൊക്കെ ഞാൻ വെച്ചത് ഒരു 6 മാസമായി. അതിൻ്റെ സീസൺ ആയപ്പോൾ തന്നെ അതിലെല്ലാത്തിലും നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ബഡും വന്ന് നമുക്ക് നിറച്ച് പൂക്കളുമായി കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും നമുക്കതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഓർക്കിഡ് ചെടി അത്രയും കോസ്റ്റ്ലി ആയൊരു പ്ലാന്റ്സാണ് കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെ ഇതിൻ്റെ വെള്ളം പിന്നെ അതിൻ്റെ പോട്ടിങ് വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങളെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്കതൊരു ഈസി വേ തന്നെയാണ്. നമ്മൾ ഡെൻഡ്രോബിയത്തിനെ പോലെ തന്നെ 15 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗസൈഡ് കൊടുക്കാം. പിന്നെ നമുക്ക് പൂക്കാറായിട്ടുള്ളതും വളർച്ചക്കുള്ള ഫെർട്ടിലൈസറൊക്കെ നമ്മൾ മാറി മാറി കൊടുത്താൽ തന്നെ മതി കേട്ടോ. പിന്നെ ഇതിന് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്, അതുകൊണ്ട് തന്നെ ഞാനിത് വെച്ചിട്ടുള്ളത് നമ്മുടെ UV ഷീറ്റിലും പിന്നെ ഒരു ഗ്രീൻ നെറ്റും കൂടി കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡ് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡെൻഡ്രോബിയം പോലെ വെയിൽ ഇഷ്ടപ്പെടാത്തൊരു പ്ലാന്റാണ്, അത് മാത്രമേ നമുക്കൊരു ഇതുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഇത് രാവിലെ എന്നും നന്നായിട്ട് ഹോസൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്ലാന്റ്സുകളൊക്കെ നനച്ച് കൊടുക്കാറുള്ളത്. പിന്നെ ഇതൊന്നും ഇങ്ങോട്ട് ചെരിച്ച് വെച്ചിട്ടാണ് പോട്ട് ചെയ്തിട്ടുള്ളത്. പോട്ടിങ് മീഡിയത്തിൽ അന്ന് കരി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നല്ല ഒരു ചൂട് ടൈമിൽ ഇതുപോലുള്ള കുഞ്ഞു ചകിരിയുടെ തൊപ്പ് വെച്ച് അതൊരു ഈർപ്പം നിലനിർത്തിയിരുന്നു. ആവശ്യത്തിന് ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവറൊക്കെ കണ്ടോ, ആ ഒരു യെല്ലോയിൽ റെഡ് ലിപ്പൊക്കെ ഉള്ള കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ നമ്മൾ വെള്ളം പിന്നെ കിട്ടാത്ത ചെടിയുടെ ലീഫൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെ ഒരു ഇത്ര തടിച്ചിട്ടുണ്ടാവില്ല, ഒരു ചുക്കി ചുളിഞ്ഞിങ്ങാണ്ടുള്ള ഒരു ലീഫൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ രാവിലെ ഡെയിലി ഞാൻ നനച്ചു കൊടുക്കാറുണ്ട്. ഹോസൊക്കെ വെച്ച് ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ വെള്ളം നനക്കുമ്പോൾ കൂമ്പ് ഭാഗത്തും ഇതാ ഇവിടെയൊക്കെ വെള്ളം നിർത്താതെ ഓസൊക്കെ വെച്ച് നനക്കുമ്പോൾ നമുക്കൊരു ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഓസൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് നമുക്ക് നന്നായിട്ട് തന്നെ വെള്ളം നനച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് വെച്ചിട്ടുള്ള എല്ലാ ചെടികളും നമുക്ക് ആ സീസൺ ആയേക്കന്നെ നിറയെ മുട്ടും ഫ്ലവറും തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ പോലെ തന്നെ ഒരു ഈസി കെയറിങ് തന്നെയാണ് നമ്മുടെ ഫെലനോപ്സിസ്. നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക, നമ്മൾ ഡെയിലി വെള്ളം നനച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ പോകുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ സൈസുകൾ കണ്ടോ, 3, 4, 5 മാറൊക്കെ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. കിക്കീസ് അല്ല, കുറച്ച് മെച്ചോർഡായിട്ടുള്ള മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്.
രാവിലെ എന്നും നനച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് വൈകിട്ടാകുമ്പോൾ തന്നെ പ്ലാന്റ്സിൽ നിന്നുള്ള ഈർപ്പൊക്കെ ഒബ്സർവ് ചെയ്ത് ചെടിക്കും ആ ലീഫിനൊക്കെ നന്നായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലീഫി ഭാഗമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഓസൊക്കെ വെച്ച് നല്ലൊന്ന് ഫ്രഷ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് സെയിൽ പ്ലാന്റ് ആട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ പോട്ടിലുള്ള പ്ലാന്റിൻ്റെ ഒക്കെ ലീഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫുകളാണ്. പിന്നെ അതേപോലെ തന്നെ ലീഫിലൊക്കെ നമുക്കൊരു സ്പോട്ടോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. അത്രയും പിന്നെ ഡെയിലി ഒന്ന് വെള്ളം നനച്ചെടുക്കുമ്പോൾ ഈ സ്പോട്ട് ഇതൊക്കെ വെച്ച് ഒന്ന് ഇങ്ങനെ കയ്യേറ്റൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറൊക്കെ പെട്ടെന്ന് അതിന് ഒബ്സർവ് ചെയ്യാനുള്ളൊരു കഴിവ് കിട്ടും. ഈ ലീഫി ഭാഗത്തൊന്നും പൊടി ചളിയൊന്നും അങ്ങനെയല്ല ഒന്നും പിന്നെ ഉണ്ടാവാതെ. പിന്നെ അതേപോലെ എട്ടുകാലി അങ്ങനെയുള്ളതൊക്കെ ഒന്ന് കെയർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികളിലൊക്കെ ഒരേ ടൈമിൽ നമുക്ക് ഫ്ലവറും ബഡൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, നല്ല ബിഗ് സൈസ് ഫ്ലവർ തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് സെയിലായി പോയതാട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബാച്ചിൽ നമുക്ക് മെച്ചോർഡായിട്ടുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ മദർ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. സോണിയൻ്റെ വൈറ്റ്, പിന്നെ അതേപോലെ നമ്മുടെ പീച്ച്, പിന്നെ യെല്ലോ, അതെല്ലാതും കൂടിയിട്ടുള്ളൊരു മെച്ചോർഡ് മദർ പ്ലാന്റും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു മീഡിയം ഫ്ലവറിങ് പ്ലാന്റും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്. വാട്സപ്പ് വഴി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾ നമുക്കിപ്പോൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ സോണിയയുടെ വൈറ്റാട്ടോ ഇത്. നല്ല ബിഗ് സൈസ് ഫ്ലവറാണ്. നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാട്ടോ. അപ്പോൾ നമ്മുടെ മെച്ചോർഡ് മദർ പ്ലാന്റിൻ്റെ സൈസ് ഇതാട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് വഴി തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ പോകുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ ഏത് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് നിങ്ങൾ നമ്മളോട്ടൊന്ന് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ഫെലനോപ്സിസിൻ്റെ നമ്മൾ പൂക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഡെൻഡ്രോബിയത്തിന് പൂക്കളെ ലീഫ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. പക്ഷേ നമ്മുടെ ഫെലനോപ്സിസിൻ്റെ പ്ലാന്റുകൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണ്ട. നമുക്ക് ഇവിടെ നിന്ന് വന്ന് വിരിഞ്ഞിട്ടുണ്ട് എന്നെങ്കിൽ തന്നെ ഈ ഒരു പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഈ ഒരു എൻഡിൽ പിന്നെ നമുക്ക് പൂക്കൾക്കുള്ള ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 6 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് പിന്നെയും ഇതിൻ്റെ തലപ്പത്ത് നിന്ന് ഇങ്ങനെ നമുക്ക് പിന്നെയും നമുക്ക് പൂക്കൾ വരും കേട്ടോ. അപ്പോൾ ആ ഒരു പൂ കഴിയുമ്പോഴത്തേന് തന്നെ നമുക്ക് നെക്സ്റ്റ് ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി വരും ചെയ്യും. അപ്പോൾ ഏത് ടൈമിലും നമ്മുടെ ഫെലനോപ്സിസിൻ്റെ ഒരു പ്ലാന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ പൂക്കളായി ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ വിരിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ചെറിയൊരു ഫ്ലവർ വിരിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു 6 മാസമായിട്ടോ. അപ്പോൾ നമ്മളത് ഇവിടുന്ന് തൊട്ടിട്ടാണ് നമുക്ക് ആ ഒരു ഫ്ലവറായി തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആ പൂക്കൾ കഴിഞ്ഞ പാടന്നെ അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കരുത്. അതുകൊണ്ടാണ് നമുക്ക് പിന്നെയും പൂക്കൾ വിരിഞ്ഞ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അത് ഇവിടുത്തതൊക്കെ കൊഴിഞ്ഞു പോയി വന്ന് ഈ ഒരു ഫ്ലവറിൻ്റെ പിന്നെ തൂമ്പ് ഭാഗത്ത് പിന്നെ നമുക്ക് ബഡ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് നമുക്കൊരു ഫ്ലവറിങ്ങിൻ്റെ ബഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫെലനോപ്സിസിൽ ഒരു പൂക്കൾ വിരിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 6 മാസം വരെ ആ ഒരു പൂക്കൾ ഇതിലുണ്ടാവും കേട്ടോ. പ്ലാന്റ് വെച്ച് ഒരു വേര് പിടുത്തം കിട്ടോളം നമ്മളൊരു ഷെയ്ഡ് ഭാഗത്ത് തന്നെ വെക്കുക. പിന്നെ നമ്മൾ ഏത് ഭാഗത്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു 1/2 ഭാഗം വെയിലും ഒരു 1/2 ഭാഗം ഷെയ്ഡുള്ള ഒരു ഭാഗമൊക്കെ നോക്കിയിട്ട് നമ്മൾ കെയർ ചെയ്തെടുക്കുക. എന്നാലും നന്നായിട്ട് കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന ഒരു ഓപ്പൺ പ്ലേസിൽ തന്നെ നമ്മൾ ഫെലനോപ്സിസിന് വെളിച്ചം ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ഇരുട്ടുള്ള ഭാഗത്തൊന്നും വെക്കാതിരിക്കുക കേട്ടോ. കുറച്ച് വെളിച്ചും വെയിലൊക്കെ നമ്മൾ ബാൽക്കണിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മഴ കിട്ടാതെ എന്നാലോ നമ്മളൊരു ഓപ്പൺ പ്ലേസൊക്കെയാണ്, അതൊക്കെ നല്ല ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു വെളിച്ചമൊക്കെ ഉള്ള ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു UV ഷീറ്റ് സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ബാക്ക് സൈഡ് മാത്രം നമ്മൾ ഇതേപോലെ കവർ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു സൈഡാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട് സൈഡാണെന്നുണ്ടെങ്കിലും അതുപോലെ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് കാറ്റും വെളിച്ചമൊക്കെ കിട്ടണ ഒരു ഓപ്പൺ പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം. ബിസി അല്ല എന്നുണ്ടെങ്കിലും ഞാൻ ഫോൺ എടുക്കാറുണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്, നീ വ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം.
അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലത്തെ സെയിൽ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.